ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്ത് പുതിയ ബജറ്റിൻ്റെ അവതരണം ഉടനെ ഉണ്ടാകും. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ഒരു ഗ്യാപ്പാണ്, അതിനുശേഷം സഭ ചേരുകയാണ്. ആദ്യം ഗവർണറുടെ നയപ്രഖ്യാപനം, അതായത് പുതിയ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ നയപരിപാടി എന്ന സൂചന ഉണ്ടാവും. ജൂൺ 5 അടുത്ത മാസം 5-ാം തീയതിയോടുകൂടി സംസ്ഥാന ബജറ്റ് അവതരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകളും സർക്കാരിൻ്റെ പദ്ധതികളും വ്യക്തമാക്കുന്നതാണ് ബജറ്റ് എന്നത്. യഥാർത്ഥത്തിൽ ആ ബജറ്റ് സ്ഥാനമൊഴിഞ്ഞു പോയ ഇടതു സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അതിനുള്ള കൂട്ടിച്ചേർക്കലുകളും പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിരിക്കും പുതിയ സർക്കാരിൻ്റെ ദൗത്യം. അങ്ങനെ ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയാണ്. പല തരത്തിലുള്ള കൗതുകങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒന്ന്, 10 വർഷത്തെ ഇടതു നയത്തിൽ നിന്നും എന്ത് വ്യത്യസ്തതയാണ് UDF കൊണ്ടുവരിക, എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകതകൾ. 2, VD സതീശൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയാണ്, ഒപ്പം അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയാണ്, ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്ന കൗതുകം കൂടി ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട് എന്നതാണ് പ്രത്യേകതകൾ. എന്തൊക്കെയാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിലെ പ്രത്യേകതകൾ, എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്താണ് വെല്ലുവിളി, ഇതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വരുമ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ്. എല്ലാ അർത്ഥത്തിലും UDFൻ്റെ നയപരിപാടികൾക്ക് കൃത്യമായ സൂചന ഉണ്ടാവേണ്ട ബജറ്റാണ്. ഇതിൽ സർക്കാരിൻ്റെ അടുത്ത 5 വർഷത്തെ നയപരിപാടികളുടെ കൃത്യമായ സൂചന ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം നയപരിപാടികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സർക്കാർ പൊതുവായ വിഷയങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നയപരിപാടി, മദ്യനയം സംബന്ധിച്ച് പൊതുവായ വിഷയങ്ങളിൽ ഇതൊക്കെ സ്വീകരിക്കാൻ പോകുന്ന നയപരിപാടികളുടെ ഒരു സൂചന ഈ ബജറ്റിൽ പ്രതിഫലിക്കുമെന്നതാണ്. അതായത് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പ്രകടമാവുന്നതാവും ഈ ബജറ്റ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ ചുമതലയേറ്റ ശേഷം ഇതിനകം തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയാവും വരാൻ പോകുന്നത്. ആ നീക്കിയിരിപ്പ് കൂടി വേണ്ടിവരുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തീരുന്നില്ല, ഈ ബജറ്റിന് മറ്റു നിരവധി പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്ന്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സംസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്നത് എല്ലാ ധനമന്ത്രിമാരുടെയും വലിയ കടമ്പയാണ്. കാരണം വിഭവം ചുമ്മാ പ്രഖ്യാപനം നടത്തിയാൽ പോരാ, ആ വിഭവം എവിടുന്ന്, പണം എവിടെ എന്നതിന് കൃത്യമായ സൂചനകൾ ഉണ്ടാവണം. പണം കണ്ടെത്തി വേണം പദ്ധതികൾ പ്രഖ്യാപിച്ചു പോവാൻ. അപ്പോൾ ആ പദ്ധതികൾ എവിടുന്ന് പ്രഖ്യാപിക്കുമെന്നതാണ് ചോദ്യം. അങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലെ ബജറ്റ് അവതരണം എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേന്ദ്ര വിഹിതത്തിൽ ഇത്തവണ 10,000 കോടിയുടെ വർധനവ് ലഭിക്കുമെന്ന ആശ്വാസമുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് കേന്ദ്ര വിഹിതത്തിൽ കേന്ദ്ര ധന കമ്മീഷൻ്റെ പുതിയ കണക്കെടുപ്പ് പ്രകാരം നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വിഹിതത്തിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വിഹിതം കിട്ടാൻ പോകുന്നത് ഈ വർഷമാണ്. അങ്ങനെ കേരളത്തിന് ഒരു 10,000 കോടി രൂപയുടെ വർധനവ് വരാനിരിക്കുകയാണ്. ആ വർധനം ഇത്തവണ മുൻക വർഷങ്ങളെ അപേക്ഷിച്ച് ബജറ്റിൽ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു നേട്ടമുണ്ട്. അതുകൊണ്ട് ചില പ്രഖ്യാപനങ്ങളൊക്കെ ആ പണം കണക്കിലെടുത്ത് പ്രഖ്യാപിക്കാം എന്ന പ്രത്യേകതയും നേട്ടവും ഇത്തവണ VD സതീശനുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ധവളപത്രമാണ്. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്താണ്? സർക്കാർ നേരത്തെ തന്നെ പുതിയ സർക്കാർ പറഞ്ഞതാണ്, ഇടതു സർക്കാർ പാപ്പരാക്കി ആണ് മടങ്ങിയത്, അതുകൊണ്ട് ധവളപത്രം പുറത്തിറക്കുമെന്ന കാര്യം. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ധവളപത്രത്തിൻ്റെ ഉള്ളടക്കം എന്തായാലും ശ്രദ്ധേയമാണ്. ആ ധവളപത്രത്തിൻ്റെ പുറത്തിറക്കൽ ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പായി തന്നെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാവും ബജറ്റിൻ്റെ ഉള്ളടക്കം വരാനുള്ള സാധ്യത. അപ്പോൾ ബജറ്റ് ചർച്ചകളിലേക്ക് ഇപ്പോൾ തന്നെ VD സതീശൻ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപനമാണ്. ഇന്ദിരാ ഗ്യാരണ്ടികൾ ഈ ബജറ്റിൽ പ്രതിഫലിക്കും. അതായത് അധികാരത്തിലെത്തും മുമ്പ് തന്നെ പ്രകടന പത്രികയിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന വലിയ കയ്യടി നേടിയ പ്രഖ്യാപനങ്ങൾ UDF ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ബജറ്റിൽ ഉണ്ടാവണം. അപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന ബജറ്റിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇന്ദിരാ ഗ്യാരണ്ടി ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ പുതുയുഗ യാത്ര, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ നടത്തിയ പുതുയുഗ യാത്ര കേരളത്തിൻ്റെ പലയിടങ്ങളിലൂടെ കടന്നുപോയി വലിയ രീതിയിൽ പ്രതിപക്ഷ നിരക്ക് കരുത്തു പകരിയ ആ യാത്രയിൽ നിരവധി നിവേദനങ്ങളും നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുമെന്നതാണ് സാഹചര്യം. ഇനി നമ്മൾ നോക്കുന്നത് ഈ ബജറ്റിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാമെന്ന ചോദ്യമാണ്. ബജറ്റിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞു. ബജറ്റിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് നിരവധി പ്രതീക്ഷകൾക്ക് സാധ്യതയുണ്ട്. ചില സൂചനകൾ UDF കേന്ദ്രങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏറ്റവും കയ്യടി നേടിയ പ്രഖ്യാപനമായിരുന്നു KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര. KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത സ്വാഭാവികമായും
KSRTCക്ക് കൂടുതൽ നീക്കിയിരിപ്പ് വേണ്ടി വരും. ആ നീക്കിയിരിപ്പിന് വേണ്ടിയുള്ള പണം എത്ര എങ്ങനെ എന്നുള്ള നീക്കിയിരിപ്പിൻ്റെ സാധ്യതയാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി CP ജോൺ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, KSRTCക്ക് ഒരു അധിക ബാധ്യത ഉണ്ടാക്കാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് പുതിയ വിഹിതം KSRTCക്ക് നൽകും. KSRTCയുടെ വരുമാനം അതേ ഫ്ലോയിൽ തന്നെ പോകും. പുതിയ വിഹിതം നൽകിക്കൊണ്ട് പുതിയ പണം കണ്ടെത്തിക്കൊണ്ട് ഈ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ആ പണം എവിടെയെന്നാണ് ചോദ്യം. ഏകദേശം 80 കോടിയിൽ പരം രൂപ പ്രതിമാസം KSRTCക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതിന് പുറമെ ഒരു വലിയ തുക കണ്ടെത്തേണ്ടി വരും. ആ നീക്കിയിരിപ്പ് എത്ര, അതിൻ്റെ സോഴ്സ് എന്ത് എന്ന കാര്യവും ഈ ബജറ്റിൽ പ്രതിഫലിക്കും. അത്തരം പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇന്ധനവിലയാണ്. ഇന്ധനവിലയിൽ നേരിയ കുറവിനുള്ള സാധ്യത, അതായത് സംസ്ഥാന നികുതിയിൽ നിന്ന് ഒരു കുറവ് വരുത്താനുള്ള സാധ്യത. ഇന്ധനവില നിശ്ചയിക്കുന്നത് എണ്ണക്കമ്പനികളാണ്. കേന്ദ്ര സർക്കാരിനാണ് പിന്നീടും ഒരു നിയന്ത്രണം അവകാശപ്പെടാനുള്ളത്. പക്ഷേ സംസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പോർഷനുണ്ട്. സംസ്ഥാന നികുതി വേണമെങ്കിൽ ആ സംസ്ഥാന നികുതി ഒരു പ്രശ്നം വേണ്ടെന്ന് വെക്കാം, അതല്ലെങ്കിൽ ചില വെട്ടിക്കുറച്ചിലുകൾ വരുത്തുക. അങ്ങനെയെങ്കിൽ ഇന്ധനവിലയിൽ ഒരു നേരിയ കുറവ് വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വരുമാനം വേണ്ടെന്ന് വെച്ചിട്ടാണ് അത്തരമൊരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ഈ കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ പോർഷനിൽ എന്തുകൊണ്ട് കുറവ് വരുത്തുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിനെതിരെ അന്ന് UDF പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സാഹചര്യം ഉണ്ടാവാം. സമീപ ദിവസങ്ങളിൽ ഇന്ധനവിലയിൽ വലിയ വർധനവും വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് കിട്ടുന്ന ടാക്സിൽ ചെറിയ കുറവ് വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം, അങ്ങനെയെങ്കിൽ ചെറിയ കുറവുണ്ടാവും. പ്രധാനമായും പുതിയ സർക്കാരിന് കൈയടി ഉണ്ടാവുന്ന ചില പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ വേണ്ടിവരും. അതിനുവേണ്ടി ഒരുപക്ഷേ ഈ നീക്കം നടത്തിയേക്കാം. ഇന്ധനവിലയിൽ നേരിയ കുറവിന് സാധ്യതയുണ്ട്. മറ്റൊന്ന് ക്ഷേമ പെൻഷന്റെ നേരിയ വർധവിൻ്റെ സാധ്യതയാണ്. നിലവിൽ 2500 ഇടതു സർക്കാർ ഒഴിഞ്ഞു പോകുമ്പോഴുള്ള ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് UDFിൻ്റെ വാഗ്ദാനവും ഇടതുമുന്നണിയുടെ വാഗ്ദാനവും അതായിരുന്നു. അപ്പോൾ 3000 രൂപയായി അത് വർദ്ധിക്കുമെന്ന UDFിൻ്റെ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 5 വർഷം സമയമുണ്ട്. ഇതിനിടയിലുള്ള വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നിച്ചത് വർദ്ധിപ്പിക്കാനും സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആദ്യ ബജറ്റിൽ ഒരു നേരിയ വർധനവ് സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം സാധ്യത ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ നേരിയ വർധനവ് പോലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. പക്ഷേ തള്ളിക്കളഞ്ഞുകൂടാ. ആദ്യ ബജറ്റിലെ കൈയടി നേടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ആദ്യം നമ്മൾ സൂചിപ്പിച്ച 10,000 കോടി അധികമായി വരുന്നുണ്ട്. അതുകൊണ്ട് ആ പണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കൂട്ടിച്ചേർക്കലുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ ബജറ്റിൽ നമുക്ക് പൊതുവിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.